ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്താം. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ആസ് യൂഷ്വൽ ഇത് കുറച്ച് ചെയിൻസ് ആണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചെയിൻസ്. അതായത് ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം എൻ്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ചെയിൻസ് ആണ്, അതായത് മെയിൻലി നമുക്ക് ചെയിൻ പല പാറ്റേണിൽ വരും കേട്ടോ. അപ്പം ഇപ്പം നന്നായിട്ട് മൂവ് ആവുന്ന ചെയിൻ ഈ ഒരു കൈൻഡ് ഓഫ് ചെയിനാണ് കേട്ടോ. ഇത് സിൽവറിൽ വരുന്നുണ്ട്, ഈ ഒരു പാറ്റേണിൽ വരുന്നത്. ഒരുപാട് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല കളറൊന്നും പോവാതെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഒരു റോസ് ഗോൾഡിൻ്റെ കളറാണിത്, ഷെയ്ഡ് കണ്ടോ. ഇതേ സെയിം പാറ്റേൺ ആണിതും. പിന്നെ ഗോൾഡൻ കളറിൽ വരുന്നുണ്ട്, ഇത് സെയിം പാറ്റേൺ ആണ് ചെയിൻ്റെ പാറ്റേൺ. പിന്നെ വേറൊരു ഗോൾഡ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു പാറ്റേണിൽ വരുന്നതാണ് കേട്ടോ. കുറച്ചും കൂടി ഒരു ചെയിൻ മോഡൽ, വേറൊരു മോഡലാണിത് വരുന്നത് കണ്ടോ. അപ്പം ഇത് വെച്ച് മാല ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചും കൂടി നന്നായിട്ട് മൂവ് ആവുന്നത് ഈ ഒരു ടൈപ്പിലുള്ള ചെയിൻ യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതൊരു ബ്രേസ്ലെറ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രേസ്ലെറ്റിനകത്ത് ഞാൻ കണ്ടോ ഇതുപോലെ ഇൻഫിനിറ്റി ഇത് പെൻഡൻറ്റ് ചേർത്തിട്ടുണ്ട്, അതായത് ചാംസ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതുപോലെ ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു സർക്കിൾ ഹുക്ക് എടുത്തിട്ട് കണക്ട് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ, അപ്പം ഇതിൻ്റെ അറ്റത്ത് ഇതുപോലത്തെ ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് നമുക്ക് ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഞാൻ കാണിച്ചു തരാം. അല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നമുക്കൊരു ബിഗിനർക്ക് വേണ്ടുന്നതിനുള്ളതെന്നുള്ളതൊരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൻഡ് മെയ്ഡ്സ് ഒക്കെ. പിന്നെ ഇത് ഞാൻ ബീഡ്സിൽ ചെയ്തതാണ്, ഇലാസ്റ്റിക് ബീഡ്സ് ഇതിൽ ചെയ്തതാണ്. പക്ഷേങ്കിൽ ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒരു ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നല്ലൊരു എലഗൻറ്റ് ലുക്കിന് വേണ്ടിയിട്ട് ഒരു ചെയിൻ തൂക്കിയിട്ട് ഇതിനകത്തൊരു ബീഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെയുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത ചെയിൻ ഇതാണ്. അപ്പം ഇതിൻ്റെ ഒരു ചെറിയ പോർഷനാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ഇതാവും ചെയിന് കുറച്ച് ചെയിൻ അകലമുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഹുക്കൊക്കെ കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇത് യൂസ് ചെയ്യുമ്പം അതിനനുസരിച്ചിട്ടുള്ള സർക്കിൾ റിങ് വേണം വാങ്ങാനായിട്ട്. നമ്മൾ തിക്നെസ് കുറവുള്ള സർക്കിൾ വേണം വാങ്ങാനായിട്ട് ഈ ഒരു ചെയിന്, ഈ ഒരു ടൈപ്പ് വാങ്ങുമ്പോൾ. അപ്പോൾ ഗോൾഡൻ കളറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗോൾഡൻ റിങ് തന്നെ വാങ്ങണം. അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ സാധനം. ഓക്കെ, അപ്പം ഇതുപോലത്തെ വേണം വാങ്ങാനായിട്ട്. ഇതിൻ്റെ കുറേ തിക്നെസ് കൂടിയതും വരും കേട്ടോ. അപ്പം അത് ഇതിൻ്റെ ഇടയിലോട്ട് കയറി പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടെന്നല്ല, ചിലപ്പം അതിനകത്തേക്ക് കയറില്ല, അത്ര ചെറിയ ചെയിനാണിത്. ഓക്കെ, അതുപോലത്തെ സെയിം ഇത് റോസ് ഗോൾഡ് ചെയിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ റോസ് ഗോൾഡ് തന്നെ അതിൻ്റെ എല്ലാ പോർഷൻസും റോസ് ഗോൾഡ് തന്നെ ചെയ്യണം. അതായത് ഇത് റോസ് ഗോൾഡ് എടുക്കുക, പിന്നെ അതിൻ്റെ റിങ് ഗോൾഡ് എടുക്കുക, പിന്നെ ഹുക്ക് വീണ്ടും ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ, അതൊന്നും അത്ര ലുക്ക് ഉണ്ടാവില്ല. അപ്പം എല്ലാ പ്രോഡക്റ്റും ഇപ്പം സിൽവറാണ് എടുക്കുന്നതെങ്കിൽ സിൽവറിൽ തന്നെ എല്ലാം എടുക്കുക. അപ്പോൾ സിൽവർ ആകുമ്പോൾ സിൽവർ റിങ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതുപോലത്തെ കിട്ടും. സൈസ് നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങാനായിട്ട്. എപ്പോഴും സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത്രയും നന്നായിട്ട് സൈസൊക്കെ മെൻഷൻ ചെയ്യുന്ന കസ്റ്റമർക്ക് നമുക്ക് ഓൺലൈനിൽ നിന്നും വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ചെയിൻസ് ഞാൻ ഇത് ഓൺലൈനിലാണ് വാങ്ങിച്ചത്. ബിക്കോസ് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അത് ഈ രീതിയിലാണ് കേട്ടോ മീറ്ററായിട്ട് വരുന്നത്. ഇത് റോസ് ഗോൾഡിൻ്റെത് ഇതുപോലെ മീറ്ററായിട്ട് നമുക്കിങ്ങനെ ചുറ്റിയിട്ട് വരും. ഓക്കെ, അപ്പം ഈ അല്ലാതെ നമുക്ക് സിംഗിൾ ചെയിനായിട്ട് ഇതിനകത്ത് നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അതിപ്പം ഇങ്ങനെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടുന്നത്, ഇപ്പോൾ എന്തുണ്ടാക്കാനാണോ അതിൽ ഡിപ്പെൻഡ് ആയിരിക്കും. അതിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്ന ടൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയർ വേണം, ഇതുപോലെ കട്ടിങ് പ്ലെയറും വേണം കേട്ടോ. നമുക്ക് എപ്പോൾ എല്ലാ ഓർണമെൻറ്റ്സും മേക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തും ഉണ്ടാവേണ്ട രണ്ട് മെയിൻ സാധനമാണ് ഇത്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഒരു കട്ടിങ് പ്ലെയറും പിന്നെ ഒരു ഹോൾഡ് ചെയ്യാനുള്ളതും. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക, എത്ര ലെങ്ത്തിലാണ് വേണ്ടുന്നതെന്നുള്ളത്. കട്ട് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ എഡ്ജസ് ഒക്കെ ഉള്ള എക്സ്ട്രാ വന്നിട്ടുള്ള പോർഷനൊക്കെ ആണെങ്കിൽ കളർ ഇളക്കിയിട്ടുള്ള ആൾക്കാർ അതൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് ചെയിനിലോട്ട് വേണം ഹുക്ക് കണക്ട് ചെയ്യാനായിട്ട്. എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് എന്താ പറയുക, ഒരു ഡാമേജോ അല്ലെങ്കിൽ ഒരു ഡിഫോമാറ്റേഴ്സ് ഒന്നും ഇല്ലാണ്ട് കിട്ടണമെങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് നല്ലൊരു
ബ്യൂട്ടിഫുൾ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.